അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്ന AFI പ്രതിനിധിയുടെ ചാറ്റ് പുറത്തുവിട്ട് 24. കരാർ വ്യവസ്ഥകൾ കേരളം പാലിച്ചില്ലെന്ന് AFA മാർക്കറ്റിംഗ് ഹെഡ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ സമ്മതിക്കുന്ന ചാറ്റാണ് 24 പുറത്തുവിടുന്നത്. ചാറ്റ് 24 പുറത്തുവിട്ടതോടെ സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ലക്ഷങ്ങൾ ചെലവാക്കി മെസ്സിയെ വിളിക്കാൻ പോയവർ മറുപടി പറയണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. മെസ്സി ഈസ് മിസ്സിംഗ് വന്നിരിക്കുകയാണ്. അതിന് സർക്കാർ ഉത്തരം പറയണം. പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ അക്കാര്യത്തിൽ ചെലവഴിച്ചു. അവകാശവാദങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതും ആവർത്തിച്ച് മെസ്സിയുടെ കാര്യത്തിലും കേരള സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചകൾ, അവകാശവാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. അത് അർജന്റീനയിലെ ഫുട്ബോൾ ക്ലബ്ബ് അല്ലെങ്കിൽ അതിൻ്റെ അസോസിയേഷനും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അക്കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. സർക്കാർ തള്ളിമറിച്ചുണ്ടാക്കിയ അപകടമെന്ന് ഷാഫി പറമ്പിൽ MP കുറ്റപ്പെടുത്തി. എല്ലാത്തിൻ്റെയും പോലെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു അവസരം മാത്രമായിട്ട് അതിനെ കണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ തള്ളിമറിച്ച് ഉണ്ടാക്കിയ ഒരു അപകടമാണിത്. ഇപ്പോൾ ഇത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ പറയുന്നു കരാർ ലംഘനം നടത്തിയത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. അങ്ങനെ സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടാണ് അതില്ലാതായതെങ്കിൽ അതിന് വ്യക്തത വരുത്തണം. ആ വ്യക്തത വരുത്താൻ കഴിയാത്ത പക്ഷേ പൈസ തിരിച്ചടക്കാൻ CPM തയ്യാറാവണം. മന്ത്രി സ്പെയിനിൽ പോയതിന് ഖജനാവിൽ നിന്ന് ചെലവായ പണം CPIM തിരിച്ചടയ്ക്കണമെന്ന് ഹൈബി ഈഡൻ MPയും ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇതിന് കായിക മന്ത്രി ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. ഈ പണം ചെലവഴിച്ച കായിക മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് അത് കേരളത്തിൻ്റെ ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തത്സമയം വിശദാംശങ്ങളുമായി 24 റൗണ്ടപ്പിൽ. അനിൽ, ഇതെനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ആദ്യമായി വരുന്ന ഒരു ഔദ്യോഗിക പ്രതികരണമാണ് AFAയുടെ ഭാഗത്തു നിന്ന്, അല്ലേ? തീർച്ചയായും AFAയുടെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നത്. നേരത്തെ സർക്കാരിൻ്റെയും സ്പോൺസറുടെയും വാദങ്ങൾ മാത്രമാണ് നമ്മൾ കേട്ടത്. ഇല്ലെങ്കിൽ അത് മാത്രമാണ് നമുക്ക് കേൾക്കാൻ അവസരമുള്ളൂ. കാരണം സർക്കാർ ഈ കരാറുണ്ടാക്കിയെന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പോൺസർ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ AFAയുടെ വാദം അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഒരു തുണ്ട് കടലാസ് പോലും അവർ പുറത്തുവിട്ടിരുന്നില്ല. അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ തന്നെ ദുരൂഹതയാണ് ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒടുവിൽ AFAയുടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഡീൽ ചെയ്യുന്ന എല്ലാ ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ നടന്ന് അർജന്റീനയുടെ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ നിൽക്കുന്ന ലിയാൻഡ്രോയുമായി ബന്ധപ്പെട്ട നേരിട്ട് അദ്ദേഹവുമായി ചാറ്റ് ചെയ്യുകയായിരുന്നു നമ്മുടെ ഒരു ആൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചാറ്റ് ചെയ്തപ്പോഴാണ് അതിൽ ചോദ്യം ഇങ്ങനെയായിരുന്നു: 130 കോടി രൂപ വാങ്ങിച്ച് അർജന്റീന പറ്റിച്ചു എന്നാണ് ഇവിടുത്തെ സ്പോൺസറും സർക്കാരും അവകാശപ്പെടുന്നത്. എന്താണ് നിങ്ങളുടെ മറുപടി എന്നതായിരുന്നു ചോദ്യം. അതിനുള്ള മറുപടി ഇങ്ങനെയാണ്. നമ്മൾ നമ്മുടെ സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ ചാറ്റ് വിവരങ്ങൾ മലയാളത്തിൽ തന്നെ കൊടുക്കുകയാണ്. കരാർ ലംഘിച്ചത് അർജന്റീനയല്ല എന്നാണ് ലിയാൻഡ്രോ പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് കരാർ പൂർത്തീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല, അതിൽ ഫുൾഫിൽ ചെയ്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ കരാർ ലംഘിച്ചത് സർക്കാരാണെന്നും ലിയാൻഡ്രോ തുറന്നടിക്കുന്നു. എങ്ങനെയാണ് ഈ കരാർ ലംഘനം നടത്തിയത് എന്നത് വിശദമാക്കാൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ടോ? എങ്ങനെയാണ് വ്യവസ്ഥകൾ പൂർത്തീകരിക്കാതിരുന്നത്? സർക്കാർ എന്താണ് ചെയ്തത്? ഈ പണത്തിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും വിശദമായി പറയുന്നുണ്ടോ? പണം ലഭിച്ചോ? അതിനുശേഷം അവർ കരാർ ലംഘനം നടത്തി എന്നുള്ളതാണല്ലോ സ്പോൺസറുടെ അവകാശവാദം. ഇല്ല, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ഒരു ദീർഘ ചാറ്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അദ്ദേഹവുമായി ചെറിയ തരത്തിൽ മാത്രമാണ് സംസാരിക്കാൻ സാധിച്ചത്. അദ്ദേഹത്തോട് ഈ ഒരു ക്ലാരിറ്റി മാത്രമാണ് നമുക്ക് ഈ വിവരങ്ങൾ ചാറ്റ് തന്ന വ്യക്തി ഒരേ ഒരു ചോദ്യമാണ് ചോദിച്ചത്. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. എങ്കിൽ നമ്മളും ശ്രമിക്കുന്നുണ്ട് അദ്ദേഹവുമായി കൂടുതൽ ഈ വിവരങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത, എന്തെങ്കിലും തരത്തിലൊരു കരാറുണ്ടോ എന്ന കാര്യത്തിൽ. മന്ത്രിയും ഇക്കാലം അത്രയും കരാറുണ്ട്, എല്ലാം ഉണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നല്ലാതെ ഒരു കരാറിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ സർക്കാരോ ഇല്ലെങ്കിൽ ഈ സ്പോൺസറോ പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം AFA തന്നെ വ്യക്തത വരുത്തുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇതുവരെ അർജന്റീന ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്നതുപോലും കാര്യത്തിൽ വലിയ രീതിയിൽ വ്യാപക ആക്ഷേപങ്ങളുണ്ടായിരുന്നു. പക്ഷേ അർജന്റീന തന്നെ സമ്മതിക്കുന്നു ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ശരി, അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിലാണ് ഇപ്പോൾ സർക്കാർ വീഴ്ച വരുത്തി, കേരള സർക്കാരാണ് അതിന് കാരണമെന്ന വിശദീകരണവുമായി AFA പ്രതിനിധി അദ്ദേഹത്തിന്റെ ചാറ്റാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടത്. കരാർ വ്യവസ്ഥകൾ കേരളം പാലിച്ചിട്ടില്ല എന്നതാണ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ പറഞ്ഞത്.